നമ്മൾ HTML കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. HTML നേരത്തെ നമ്മൾ ഇൻറ്റേർണൽ ഓസിലേറ്ററും എക്സ്റ്റേണൽ ഓസിലേറ്ററും എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് PLL എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത്. നമുക്കിത് ഇൻറ്റേർണൽ ഓസിലേറ്റർ 8 മെഗാഹെർട്സ് ആണ്. അതിന് നമുക്ക് 9 ടൈംസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും PLL വെച്ച്. അതായത് 72 മെഗാഹെർട്സ് വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് PLL കോൺഫിഗർ ചെയ്യുന്നത് ആദ്യം നോക്കാം. RCC arrow CFGR or equal to RCC_CFGR_PLL SRC, which means അത് നമ്മുടെ PLLന് സ്വന്തമായിട്ട് ക്ലോക്ക് ഒന്നുമില്ല. നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ക്ലോക്ക് അതിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 72 മെഗാഹെർട്സിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്. പിന്നെ അടുത്തത് RCC arrow CFGR or equal to RCC_CFGR_PLL MULL 9 സെമിക്കോളൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ലൈനായി. ഇനി അടുത്ത് നമ്മൾ RCC ഓൺ ആക്കണം. RCC PLL ഓൺ ആക്കി കൊടുക്കണം. അതിനുവേണ്ടി RCC arrow CR or equal to RCC_CR_PLL ഓൺ. നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓൺ എന്നുള്ളത് കൊടുക്കുന്നു. നമ്മൾ ഒരു ലൈൻ കൂടി എഴുതണം. മസ്റ്റായിട്ട് എഴുതേണ്ടതാണ്, കാരണം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ലൈനിലേക്ക് പോയാൽ മതി. അതിനുവേണ്ടി നമ്മൾ എഴുതുന്നത്. അപ്പോൾ വൈൽ ബ്രാക്കറ്റ് ഓപ്പൺ നോട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ RCC arrow CR bitwise and RCC_CR_PLL RDY 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PLL നമുക്ക് ഇട്ടിട്ട് 8 മെഗാഹെർട്സിന് നമുക്ക് 72 മെഗാഹെർട്സിലുള്ള ഇതായിട്ട് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ.